ഹായ് ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? അപ്പോൾ നമുക്കിന്ന് മറ്റൊരു കറിയുടെ റെസിപ്പി നോക്കാവേ. ബീട്രൂട്ട് വെച്ചും പരിപ്പ് വെച്ചും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ബീട്രൂട്ട് പരിപ്പ് കറിയുടെ റെസിപ്പിയാണ് കേട്ടോ. ബീട്രൂട്ട് പരിപ്പ് കറിക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒരു 4-5 വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം പുളി, ഒരു 2 ചെറിയ തക്കാളി ഇതുപോലെ കട്ട് ചെയ്തത്, ഒരു ചെറിയ ബീട്രൂട്ട് നമുക്ക് സ്ക്വയറായിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തത്, ഒരു 4-5 പച്ചമുളക് ഇതുപോലെ മുറിച്ചിട്ടതും, ഒരു സവാളയും നമുക്ക് എടുക്കാം. ആദ്യം നമുക്ക് പരിപ്പ് നന്നായിട്ട് കഴുകി കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്ന എല്ലാ ഐറ്റങ്ങളും അതിലേക്കിട്ട് കൊടുക്കുക. കറിയുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് പച്ചമുളകിൻ്റെ അളവ് കൂട്ടിയും കുറച്ചും എടുക്കാം കേട്ടോ. ഞാനിവിടെ നിറത്തിന് വേണ്ടി മാത്രമേ കാശ്മീരി മുളക് ചേർക്കുന്നുള്ളൂ. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും, ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയും, ഉപ്പും, ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് 6-7 വിസിൽ വെച്ച് നമുക്ക് വേവിച്ചെടുക്കാമേ. അത് വേകുന്ന സമയത്ത് നമുക്കതിന് വേണ്ടിയുള്ള കൂട്ട് അരച്ചെടുക്കാമേ. അതിന് വേണ്ടി 2 പിടി തേങ്ങ, അതിലേക്ക് ജീരകം, കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് മഷി പോലെ അരച്ചെടുക്കുക. ആ സമയത്ത് കുക്കറിൽ വേവിക്കാൻ വെച്ചിരുന്നത് പരിപ്പും ബീട്രൂട്ടും വെന്തിട്ടുണ്ട്. അത് നമുക്കൊരു പാനിലോട്ട് മാറ്റി കൊടുക്കാം. എന്നിട്ട് സ്റ്റൗ ടോപ്പ് ഓൺ ചെയ്ത് കൊടുക്കുക. ഒന്ന് തിളച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ആ അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയുടെ കൂട്ട് ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ഗ്ലാസ് വെള്ളം കൂടെ ഞാനിതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഒന്ന് നന്നായിട്ട് കുറുക്കിയെടുക്കുക. ഒരുപാട് കുറുക്കണ്ട, ഒരു ലൂസ് കൺസിസ്റ്റൻസി. അത്യാവശ്യം ഇങ്ങനെ ഇത്രയും മതിയാകും കേട്ടോ. കൂടുതൽ കുറുക്കുമ്പം കട്ടിയായിപ്പോവും. പരിപ്പ് നമ്മൾ ചേർത്തിട്ടുള്ളതല്ലേ, അപ്പോൾ ഇത്രയും മതി. എന്നിട്ട് സ്റ്റൗ ടോപ്പ് ഓഫ് ചെയ്യുക. അതിനുശേഷം നമുക്ക് താളിക്കാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അതിലേക്കായി ഞാൻ പാന് അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിൽ വെളിച്ചെണ്ണയാണ് ഞാനിന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. വെളിച്ചെണ്ണ ഒഴിക്കുക. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും കടുകിടുക. അതൊന്ന് പൊട്ടി വരുമ്പോൾ വറ്റൽമുളകും കറിവേപ്പിലയും കൂടെ ഇട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ഈ താളിപ്പ് നമുക്ക് കറിയിലേക്ക് ഒഴിച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ബീട്രൂട്ട് പരിപ്പ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾക്കിത് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ലൈക്കും കമൻറ്റും ഷെയറും ചെയ്ത് ചാനലൊന്ന് സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോയുമായി കാണുന്നവരെ ടാറ്റാ ബൈ.